ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ബേക്ക് മൈ കേക്ക്സ്. ഇന്ന് നമ്മൾ എഡിബിൾ ആയിട്ടുള്ള സിൽക്ക് ഫാബ്രിക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അത് വെച്ചിട്ടൊരു ബോ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കൂടിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എഡിബിൾ ഫാബ്രിക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ജലാറ്റിനും വൈറ്റ് ചോക്ലേറ്റും അതുപോലെ ഗ്ലിസറിനും ആണ്. ഫസ്റ്റ് നമുക്ക് ജലാറ്റിനിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ജലാറ്റിനൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ വൈറ്റ് ജെൽ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഗോൾഡൻ കളറാണ് ഫാബ്രിക് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗ്ലിസറിൻ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ജലാറ്റിനൊന്ന് മെൽറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് മൈക്രോവേവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ടോ നമുക്ക് മെൽറ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന വൈറ്റ് ചോക്ലേറ്റിൻ്റെ മിക്സ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് മിക്സ് ആക്കി എടുക്കണേ. ഈ മിക്സ് നമുക്കൊരു സിലിക്കോൺ മാറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്രെഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല തിന്നായിട്ട് അതുപോലെ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ ഫാബ്രിക്കിന് നല്ല ഈവൻ തിക്നെസ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മുടെ ഫാബ്രിക് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് പേൾ ഡസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഫാബ്രിക് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഇതിനകത്തേക്ക് നമ്മൾ ഡസ്റ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഞാനിവിടെ പേൾ ഡസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ഗോൾഡൻ ഫാബ്രിക്കാണ് ചെയ്യുന്നതെങ്കിൽ ഗോൾഡൻ കളർ ഡസ്റ്റ് അപ്ലൈ ചെയ്യാം. നമ്മൾ ഒരു സൈഡ് ഫുള്ള് ഡസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് സൈഡിൽ കൂടി ഡസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ഫാബ്രിക് സ്റ്റിക്കി ആയിട്ടിരിക്കും. 2 സൈഡും ഫുള്ളായിട്ട് ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡ്സൊക്കെ കട്ട് ചെയ്തൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എഡിബിൾ ഫാബ്രിക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ തീരെ സ്റ്റിക്കിയോ അല്ല, അതുപോലെ നന്നായിട്ട് സ്ട്രെച്ച് ആവുന്നുമുണ്ട്. ഇത് നമുക്കിനിയിപ്പോൾ കേക്കിലേക്ക് ഡയറക്റ്റ് വെച്ച് കൊടുക്കാം, മെൽറ്റായി ഒന്നും പോകുന്നില്ല. ഞാൻ ഈ എഡിബിൾ ഫാബ്രിക് വെച്ചിട്ട് കേക്കിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോ ആണ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ഫോണ്ടന്റിൽ ബോ ചെയ്തെടുക്കുന്ന പോലെ ഫാബ്രിക് വെച്ച് ബോ ആക്കുമ്പോഴേക്കും അത് നിൽക്കില്ല. അതുകൊണ്ട് സെൻറ്ററിൽ ഞാനൊരു ഫ്ലോറൽ വയർ വെച്ചിട്ട് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫാബ്രിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്ത ആ ഒരു മിക്സിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഈ ബോയിൻ്റെ സെൻറ്റർ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേറെ ഗ്ലൂ ഒന്നും വെച്ച് കഴിഞ്ഞാലും ഈ എഡിബിൾ ഫാബ്രിക്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു ഗ്ലൂ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഫ്ലോറൽ വയർ വെച്ചിട്ട് സെൻറ്റർ സ്റ്റിക്ക് ചെയ്ത് ടൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബോയിൻ്റെ 2 സൈഡിൽ താഴേക്ക് ഹാങ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടും 2 പീസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ വിപ്പിംഗ് ക്രീം കേക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കേക്കിലേക്ക് ഈ ബോ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഫാബ്രിക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിലും ഒരു കണ്ടെയ്നറിലിട്ട് അടച്ചു വെച്ച് സ്റ്റോർ ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് ചീത്തയായിട്ട് പോവില്ല. ഇനി നമ്മുടെ കേക്കിലേക്ക് ഒരു ചെറിയ ക്യാൻഡിൽ സ്റ്റാൻഡ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കേക്ക് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫാബ്രിക് ചെറുതായിട്ടൊന്ന് ഹാർഡാവും, കാരണം അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ആയതുകൊണ്ട്. പുറത്തെടുത്ത് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നു കഴിയുമ്പോൾ വീണ്ടും പഴയ രീതിയിൽ തന്നെ വരും. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.